Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മുടെ റെസിപ്പി കുറച്ച് സ്റ്റാർട്ടർ ആണെങ്കിൽ സ്റ്റാർട്ടർ ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണു, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടന ഒരു മൈൽഡായിട്ടൊക്കെ ഒരു ഡിന്നർ കഴിക്കണം തോന്നിയാൽ അത് കഴിക്കാം. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി ഫാറ്റ് കണ്ടന്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടേഴ്സിന് മാത്രമല്ല, പക്ഷേ അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ സെർവ് ചെയ്യുന്ന ഇന്ന് ഏതാന്ന് വെച്ചാൽ അതിന് ഇച്ചിരി ഫാറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ തീരുമാനിക്കേണ്ട, പക്ഷെ കറക്റ്റ് കോമ്പിനേഷൻ അങ്ങനെയാന്നേ. അങ്ങനെ കൊടുക്കുമ്പോഴാന്നു ആ ഒരു ഭക്ഷണത്തിന് ഇച്ചിരി ഒരു രുചി വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നതേലും ഒന്ന് കാണിച്ചു വെച്ചാൽ അതിനൊന്നും ടേസ്റ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ ആ കോമ്പിനേഷൻസ് എപ്പോഴും ഫുഡിൻ്റെ നോക്കിക്കോണം. നമ്മളിപ്പോൾ നല്ലൊരു കറി ഉണ്ടാക്കി വെച്ച് എന്നാൽ അതിൻ്റെ കോമ്പിനേഷൻ മഹാബോറാണെങ്കിൽ നമ്മുടെ കറിക്കും ആ ഒരു സ്വാദ് വരികയില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മീറ്റ് ബോൾസ് ഇൻ എ സ്പൈസി സോസ്. വലിയ പ്രയാസമൊന്നുള്ള കാര്യമൊന്നുമല്ല, ഒരു ചെറിയ ഒരു പണിയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ചെയ്യുന്നതാനും. ഇത് ഇനിയിപ്പം പാസ്ത, ഇപ്പം ഞാനിവിടെ പാസ്തയുടെ കൂടെയാണ് കൊടുക്കാൻ പോകുന്നത്. ഇതല്ല, നമുക്ക് ഇതിന് പറ്റുന്ന നൂഡിൽസ്, ചൈനീസ് വിഭവങ്ങളിലൂടെ കൊടുക്കാൻ നല്ല, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ല. അപ്പം കുറച്ച് സോസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല, കുറച്ച് ഡ്രൈ ആയിട്ട് എടുത്തിട്ട് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാനാണെന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതും ഒരു നല്ല ജ്യൂസും ഒക്കെ കൊടുക്കുവാന്നേൽ നല്ലൊരു കോമ്പിനേഷൻ. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു റെയർ എന്താ പറയുക, കേക്കും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യാസം, എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇനി പിന്നെ എന്നാന്ന് വെച്ചാൽ ഇറച്ചിയൊക്കെ വേവിച്ച് വെക്കണമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വേവിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്താൽ പെട്ടെന്നൊക്കെ എടുക്കാനായിട്ട് ഇച്ചിരി എളുപ്പമാണേ. ഇനി നമുക്കിനി വേണ്ടിയ സാധനങ്ങൾ എന്നാണെന്നറിയാമോ? വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഉള്ളി അങ്ങോട്ട് മുഴുത്ത ഉള്ളി എടുത്തേച്ച് ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ജാതിക്ക പൊടിച്ചതാ. ഇത് പൊടിച്ചത് മേടിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ അന്നേരം പൊടിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിയില വേണം. പിന്നെ ഇതാന്നു ഞാൻ കുറച്ച് കീമായാ മേടിച്ചത്, അത് ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചേക്കും. ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഏറ്റവും നല്ലത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇതിപ്പം റസ്ക് പൊടിച്ചതാ. ഏറ്റവും സ്വാദ് നമ്മുടെ സാധാ റൊട്ടി എടുത്തേച്ച് പൊടിച്ചെടുക്കുന്നതിനാണ് ഏറ്റവും സ്വാദ്. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ അന്നേരം ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയാന്നു, പിന്നെ ഒരു മുട്ട. ഇനി സോസ് ഉണ്ടാക്കാൻ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ. പിന്നെ കുറച്ച് ടൊമാറ്റോയുടെ പേസ്റ്റ്, അതായത് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ അടിച്ചെടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് പാപ്രിക്ക പൗഡറാന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി മുളക് പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി പച്ചമുളകോ ഇട്ടേച്ചാലും മതി. പിന്നെ അന്നേല കുറച്ച് വിനീഗർ. ഇതെന്നാന്നറിയോ, നമ്മൾ ഈ പാപ്രിക്ക പൗഡർ ഉപയോഗിച്ച് എന്നാത്തിനാന്നറിയാവോ? ഇതാകുമ്പോഴത്തേക്ക് കുറച്ച് ഒരു ഫ്ലേവർ ഡിഫറൻസ് വരും. പിന്നെ ടൊമാറ്റോ നമുക്ക് ബേസിക്കലി റെഡ് കളറാണ്. അന്നേരം നമ്മൾ വേറെ എന്നതേലും ഇപ്പോൾ പച്ചമുളക് ചേർക്കുവാണെങ്കിൽ അത് വേറിട്ട് നിൽക്കുവേ. അതുകൊണ്ടാണ് ഇതിന് ചേരുന്നത് തന്നെ അങ്ങ് ചേർക്കാം. പിന്നെ മുളക് പൊടിയൊക്കെ ഇടുവാന്നേൽ നമ്മളിവിടെ അന്ന് ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കുന്ന കൂട്ടിരിക്കും. ഇതൊന്നും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ഈ മീറ്റ് ബോൾസ് സോസ്, സ്പൈസി സോസ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ച് അവസാനം എന്നാ പറയുക, ടൊമാറ്റോ കറി ഉണ്ടാക്കുന്ന പോലെ ആയി കഴിഞ്ഞാൽ കൊള്ളുകയില്ല. അതുകൊണ്ടാണ് മുളക് പൊടി ഒന്നും വേണ്ട. ഒന്നെങ്കിൽ പാപ്രിക്ക, അല്ലെങ്കിൽ കെയിൻ പെപ്പർ, അല്ലെങ്കിൽ പച്ചമുളക്, ഏതേലും ഒന്ന് ഇടാം. മുളക് പൊടി കഴിയുന്നതും ഇടാതിരിക്കുന്ന നല്ലേ. ഇനിയിപ്പോൾ അഥവാ ഇത് നമ്മൾ ഈ പറഞ്ഞ കൂട്ടൊന്നും ഇല്ലെങ്കിൽ പച്ചമുളക് നമ്മുടെ വീട്ടിൽ കാണുകയില്ലേ, അതൊന്ന് അരിഞ്ഞിട്ടേച്ചാൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ ഒന്ന് കത്തിച്ച് വെച്ച് ഇതിനകത്തോട്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒത്തിരി മുരിഞ്ഞു പോവാതെ ഒന്ന് വാട്ടിയെടുത്തേച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാനേ ഉള്ളൂ. ആദ്യം നമുക്കൊന്ന് ഉള്ളി വഴറ്റാം. ഒത്തിരി എണ്ണ
ഒഴിക്കേണ്ട, ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ചാൽ മതി. എന്നാന്നോ ഇതിനകത്ത് ആ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാടാനായിട്ടേ ഉള്ളൂ. അന്നേരം ഒത്തിരി അങ്ങ് ഏർക്ക് വന്നേൽ നമ്മുടെ ആ ഇറച്ചിയിൽ നമ്മൾ ബോൾസ് ആക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അതിങ്ങനെ ഒത്തിരി എണ്ണ അങ്ങ് ഊറും. അതുകൊണ്ട് അതങ്ങ് വേണ്ട. ഒരു ഇച്ചിരി ഒരു നുള്ളോ വല്ല നുള്ളല്ല, എന്നാലും ഇച്ചിരി ഒന്ന് വയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ ഒഴിച്ചാൽ മതി. ഇതിനകത്തോട്ട് ആദ്യം ഒരു ഇച്ചിരി വെളുത്തുള്ളി ഇടണേ. കുറച്ച് മതി, വെളുത്തുള്ളിയുടെ ചുവയൊന്നും ചിലർക്കൊന്നും ഒത്തിരി പിടിക്കുകയില്ല. അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. എന്നാൽ ആ ഫ്ലേവർ വേണം താനും, ചുമ്മാ ഒക്കെയല്ല. ഇതൊന്നും ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി ഒരു അതിൻ്റെ ആ ഗുണം വേണം താനും, എന്നാൽ അതിൻ്റെ ചുവ പാടില്ല എന്ന് പറയുവാന്നേല ഒരു ഇച്ചിരി മൂക്കാനായിട്ട് കിട്ടും. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ആ ഉള്ളി അങ്ങ് ചേർക്കും. ഇതിനകത്ത് പച്ചമുളക് ഇല്ല, വേറെ ഒന്നും ചേർക്കുകയില്ല. അതുകൊണ്ട് ഇപ്പം കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ ഒക്കെയല്ല. ഇതിനകത്ത് ഇഞ്ചിയില്ല. ഇതൊരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വാടി വരട്ടെ. ഒന്നെങ്കിൽ നമ്മൾ ഇറച്ചി പ്രത്യേകം വേവിച്ച് വെച്ചേച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ എന്നാന്നറിയോ എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ ഉള്ളി ഒന്ന് വാട്ടി കഴിയുകയല്ലേ എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുക. അതായത് മുട്ടയും ബ്രെഡ് ക്രംസും ഒഴിച്ച് ബാക്കി എല്ലാം ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് വേവിച്ചെടുത്തേച്ചാലും മതി. മുഴുവൻ വെള്ളവും പറ്റി കഴിഞ്ഞേച്ചാൽ നമ്മൾ ആ നല്ലോണം ആറിയതിന് ശേഷം മുട്ടയും ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചേച്ചാൽ അതിൻ്റെ ആ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ അയവുണ്ടല്ലോ ഒത്തിരി അയഞ്ഞു പോകാനൊക്കെയല്ല, ബോൾ ഉരുട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു അയവ് വേണം. ഉള്ളി ഇപ്പം മൂത്തേ, അതിൻ്റെ അകത്തിട്ടോട്ട് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇടാൻ പോകുന്ന ചിക്കനാന്നു. ചിക്കൻ ഇട്ടേച്ച് ബാക്കിയെല്ലാം ചേർക്കാം, അല്ലെങ്കിൽ കൊണ്ടല്ലോ ചിക്കനേലൊന്നും പിടിക്കുകയില്ല. ഇത് ചിക്കൻ്റെ വെള്ളം ഫുള്ള് ഇതിനകത്ത് തന്നെ വറ്റിച്ചെടുത്തേക്കുക. അത് തന്നെയാണ് രുചി, അല്ലാതെ ചിക്കൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞേക്കരുത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ സ്വാദൊന്നും കിട്ടുകയില്ല. ഇതിനകത്തോട് തന്നെ ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ല വേവിച്ച് വെച്ചേക്ക് വന്നേല ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. അന്നേച്ച് ഇതിനകത്തോട്ട് നിറച്ച് മല്ലിയില, പിന്നെ അന്നേൽ ഒരു ഇച്ചിരി, ഒത്തിരി അല്ല, ഒരു നുള്ളേ ജാതിക്കായുടെ പൊടി. അതല്ല നമ്മൾ അത് ഇച്ചിരി അങ്ങോട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പൊടിച്ചത് മേടിക്കുവാന്നേലും ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. അതിനൊരു എന്നാ പറയുക, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ആ ജാതിക്കായുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കുവേ, അത് കൊള്ളുകയില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ വേണം താനും. എന്നാൽ ഒത്തിരി ഇടുകയും വേണ്ട, ഒരു നുള്ള് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ അന്നേരം ഒരു ഇച്ചിരി ഉപ്പ്, കുറച്ച് കുരുമുളക്. ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടേച്ചാൽ നമ്മുടെ ചിക്കൻ വേവിച്ചേക്കുന്നേ, എന്നാലും ഒരു ഇച്ചിരിയും കൂടി ഇട്ടു. കാര്യം എന്നാന്നോ ഇതിനകത്തോട്ട് ഇനി ഇച്ചിരി ബ്രെഡ് ക്രംസ് വീഴാനുള്ളയാ, അന്നേച്ചാൽ ഒരു മുട്ടയും കൂടെ വീഴാനുള്ള. അപ്പോൾ അതിനകത്തും കൂടെ പിടിക്കുമ്പോഴത്തേക്ക് ഈ ഉപ്പും കുരുമുളകും ഒക്കെ നല്ലോണം അങ്ങോട്ട് കുറയും. മീറ്റ് ബോൾസ് ബേസിക്കലി സ്പൈസി അല്ല, പക്ഷെ ഇതിൻ്റെ സോസ് ഇച്ചിരി സ്പൈസിയാണ്. ഇച്ചിരി നല്ലതായിട്ട് ഒന്ന് അതിനകത്തോട്ട് ആ ഫുൾ ഫ്ലേവറും പിടിക്കാനുള്ളതാണ്. ഇനി ഇതിനകത്തോട്ട് എൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങിയേക്കുക. ഇനി ഇതങ്ങോട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തേച്ച് ഇപ്പം ഞാൻ എന്നതായാലും ഇത് ഉരുട്ടുകയല്ല. കാര്യം എന്താണെന്ന് പറയുക, ഇത് ചൂടാ. അതെ, ആ ചിക്കൻ നല്ലതായിട്ടൊന്ന് ആറിയതിന് ശേഷമേ ഞാൻ തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇല്ലേലും എൻ്റെ കൈ കൊള്ളൂ. ഇനി ഇതിനകത്തോട്ടാണെങ്കിൽ ആദ്യം നമുക്ക് എന്നാ ഇടേണ്ടതെന്നറിയാവോ, ആ മുട്ട പൊട്ടിച്ചങ്ങ് ഒഴിച്ചേക്കാം. ഇല്ലേലുണ്ടല്ലോ ആ നമ്മൾ ആ റൊട്ടിപ്പൊടി ചേർക്കുമ്പോഴത്തേന് അളവ് വ്യത്യാസങ്ങൾ വരാൻ പറ്റും. ഇത് ആദ്യമായിട്ട് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കാവേ. ഇതിനെയും കൊണ്ട് അങ്ങോട്ടൊന്ന് പോട്ടെ, റൊട്ടിപ്പൊടി അങ്ങോട്ടിരിക്കുക. അതായത് നമ്മൾ ഈ കുഴയ്ക്കുന്നതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബോൾസ് ഉരുട്ടാൻ നോക്കണം. അത് നമ്മൾ പിന്നെ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ അതങ്ങ് പൊട്ടിപ്പോകരുത്.
പിന്നെ ബ്രെഡ് ക്രംസ് ചേർക്കുമ്പം ഉപ്പും കുരുമുളകും ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി വെച്ച് രണ്ടാമതൊന്ന് ചേർത്തേക്കണം. ഇനി ഇതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാവേ. മതി, ഒത്തിരി മുഴുത്തതാക്കണ്ട. നമുക്കൊന്ന് കഴിക്കാനായിട്ട് ഒരു ബോളാന്നേലും ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കാൻ ഒക്കെയല്ല. അന്നേരം ഇച്ചിരി സ്റ്റൈലായിട്ടൊക്കെ പകുതി മുറിച്ചേച്ചൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ ആ വലിപ്പം മതിയാവും. അവസാനം ഉരുട്ടി വന്നപ്പോഴത്തേന് അവസാനം ഒന്നിന് തികയാത്ത പോലെ ആയിപ്പോയി. നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ ഇതെല്ലാം ഇച്ചിരി പിച്ച് വെച്ചേച്ച് എല്ലാത്തിൻ്റെ മേളിലൊന്ന് ഒട്ടിച്ച് വെച്ചേച്ച് തേക്കുവേ. ഇത് തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഇത്രയും പോകുന്ന ഒരു സാധനം വെച്ചുകൊണ്ട് ഞാൻ എന്നാ വലിയതാക്കാനല്ലേ. അതുകൊണ്ട് ഇച്ചിരി ഇതിനകത്തെല്ലാം വെച്ചേക്കാം. അപ്പം ആർക്കും പിണക്കം ഉണ്ടാവുമല്ലോ. ഇനി പാത്രം കഴുകാനൊന്നും ആരും മെനക്കെടാൻ പോകരുത്. ഈ സെയിം പാത്രത്തിൽ തന്നെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉരുട്ടിയ മീറ്റ് ബോൾസ് ഉണ്ടല്ലോ, അതങ്ങോട്ട് വറുത്തെടുക്കുക. ഇതിനകത്തോട്ട് ഒലീവ് ഓയിൽ ഒരു ഇച്ചിരി, അതായത് വറുത്തെടുക്കാനാണ് ഒന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ ചിക്കൻ വറുക്കുന്ന കൂട്ട് അല്ലെങ്കിൽ മീൻ വറുക്കുന്ന കൂട്ട് ഒത്തിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ച് വറുക്കാനല്ല പറഞ്ഞേ. ഒരു ഷാലോ ഫ്രൈ, അതായത് ഒരു ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ച് ഇങ്ങനെ ഒഴിക്കുന്ന കാണുമ്പോൾ എന്തോരെണ്ണം ഒഴിക്കുന്നതെന്ന് തോന്നിപ്പോവും. പക്ഷെ അങ്ങനെ ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല, ഒരു ഇച്ചിരിയേ ഒഴിച്ചിട്ടുള്ളൂ. അന്നേച്ച് ഇതിനെ ഒന്ന് വട്ടം ചുറ്റിക്കുക. ആ പാനയിൽ മുഴുവൻ ഒന്ന് ആയിക്കോട്ടെ, ആ എണ്ണമയം അല്ലേ. വട്ടം ചുറ്റിച്ചേച്ച് അത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓരോ ബോൾസ് ഇട്ടേച്ച് നമുക്കങ്ങ് വറുത്ത് കോരാവേ. അതായത് അവിടെ ഇവിടെ ഇങ്ങനെ മൊരിഞ്ഞു വരികയല്ലേ, അത്രേ പാടുള്ളൂ. അല്ലാതെ ഒരുപാട് അങ്ങ് മൊരിച്ച് കളഞ്ഞാൽ പിന്നെ ആന്നേലും അതൊന്ന് ചവയ്ക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഇച്ചിരി പാടാം. ഇതിനകത്തോട്ട് ഓരോ ബോൾസ് ആയിട്ട് ഇട്ടേച്ച് ഒന്ന് ഷാലോ ഫ്രൈ. നമ്മൾ ഉണ്ടാക്കുന്ന മീറ്റ് ബോൾസ് എല്ലാം കൂടെ ഒരെണ്ണത്തിനകത്ത് ഒരു പ്രാവശ്യത്തേക്ക് ഇട്ടേച്ച് മൂപ്പിക്കാനേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് അങ്ങനെ ഇട്ട് മൂപ്പിച്ച് വറുത്തെടുക്കാനായിട്ടൊന്നും ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, എന്നാൽ ഒരുപാടിട്ട് ഒഴിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാടിട്ട് മൊരിച്ച് കളഞ്ഞേക്കല്ലേ. അന്നേച്ചാൽ അപ്പുറം ഇപ്പുറം ഒന്ന് ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്തേച്ചാൽ മതി. പൊട്ടി പോവാതെയും സൂക്ഷിച്ചോണം. അത് നമ്മൾ ഇച്ചിരി ഉരുട്ടുമ്പോൾ ഉണ്ടല്ലോ, ഇച്ചിരി ബലം പിടിച്ചേച്ച് അങ്ങ് ഉരുട്ടിയേച്ചാൽ മതി. അന്നേച്ച് റോളാക്കുക. അന്നേരം അത് അധികം പൊട്ടാതെ ഇരിക്കും. പിന്നെ ബ്രെഡ് ക്രംസ് ചേർക്കുന്നതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ബൈൻഡായി ഇരുന്നോളും. അതുകൊണ്ട് വലിയ പേടിക്കാനില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു. വേണ്ട, ഇത്രയും ബ്രൗൺ ആക്കി വെച്ചാൽ മതി എല്ലാ വശവും. ഒരുപാടല്ല, ഒന്ന് മൊരിയല്ലേ, അത്രേ ഉള്ളൂ. ഇതിനകത്താന്നേലും അധികം വേകാനൊന്നും ഇല്ലേ, എന്നാ വേവാൻ, എല്ലാം വേവിച്ചേച്ചേക്കുമല്ലേ. പിന്നെ ആണെങ്കിൽ മുട്ടയുടെ ഒരു വേവേ ഉള്ളൂ, പക്ഷെ അതിനധികം വേവ് കാണുകയില്ല. പിന്നെ നമ്മളിതിനകത്ത് സോസും കൂടെ ചേർത്തേച്ച് അതിനകത്തോട്ട് നമ്മളിത് ഇച്ചിരി ഇടുവേ. അന്നേരം ആ സമയത്ത് വേവാനുള്ളതേ ഉള്ളൂ മുട്ടയുടെ വേവ്. ഈ പരുവത്തിന് ചുട്ടു കൊടുത്താലും പിള്ളേർക്കാന്നേലുണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ചായക്ക് കൊടുക്കാന്നേ പോലും പിള്ളേർക്ക് ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാട്ടോ. അന്നേരം ഇതൊന്നും ഉണ്ടാക്കാൻ നേരം ഞാൻ അടുപ്പിക്കുകയില്ല. കാര്യം നമ്മുടെ ഒരു ഫൈനൽ ഡിഷ് ആവുകയില്ല. ഇന്നേരം ഇത്രയും ചുട്ടെടുക്കുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകും. അന്നേരം പിന്നെ ആ സോസൊക്കെ വെറുതെ ആവും. പിന്നെ ആന്നേലും നമുക്ക് ഒത്തിരി അങ്ങോട്ട് എന്നാ പറയുക, കൈവാക്കിനൊന്നും ഒത്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഹൈ ഫ്ലെയിമേൽ ഇട്ടേക്കല്ല. നല്ലൊരു കൈവാക്കാന്നേ മാത്രം ഹൈ ഫ്ലെയിമേ ഇട്ടേച്ചാൽ ചില ഭയങ്കര എക്സ്പീരിയൻസ് ഷെഫൊക്കെ ആന്നേൽ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ മറിച്ചെടുക്കും. അതൊന്നും എന്നെ കൊണ്ട് ഒക്കെയല്ല. എനിക്കും ഇങ്ങനെയൊക്കെ മറിച്ചിടാനേ അറിയത്തുള്ളൂ. പക്ഷേ എന്നാലും ആ ഒരു ഇത് ഞാൻ പറയുക, ഹൈ ഫ്ലെയിമേൽ ആദ്യം വെച്ചേച്ച് മറിച്ചിടുന്ന സമയത്തുണ്ടല്ലോ, തീ അങ്ങോട്ട് സിമ്മാക്കി വെച്ച് ചെയ്തേച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമുണ്ട് മറിച്ചിടാൻ. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് മുരിഞ്ഞും പോവും, നമുക്കൊന്നും ആകുകയില്ല. ഇനി മൊരിഞ്ഞ് അങ്ങ് എടുക്കാവേ. ഇല്ലേലുണ്ടല്ലോ അങ്ങ് ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും മുരിഞ്ഞാൽ മതിയെ, ഒരുപാട് മുരിക്കണ്ട. ഇതിനകത്തോട്ട് ഇനി ഇച്ചിരി എണ്ണ ഒഴിക്കുക.
എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിക്ക് ഒന്ന് മൂക്കണം, അത്രയും മാത്രം എണ്ണ മതി. ഇതിനകത്ത് അധികം എണ്ണയൊന്നും ചിലവുള്ള കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി എനിക്ക് എന്നാ പറയുക, അഭിമാനത്തോടു കൂടി പറയാം, ഇത് ഒരുപാട് ഫാറ്റി ഫുഡൊന്നും അല്ല. പിന്നെ ഇറച്ചിയാണ്. ഇപ്പം എണ്ണ ചൂടാക്കി ഞാൻ ആദ്യം ഇച്ചിരി വെളുത്തുള്ളി ഇട്ടു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ടൊമാറ്റോ പ്യൂരി, അതായത് നമ്മളൊരു എത്ര ഇതാ വേണ്ടേ, ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയേച്ച് വേണം ചേർക്കാൻ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നമ്മുടെ പാപ്രിക്ക പൗഡറും കൂടെ ഇടുക. ഒരു നുള്ളു മതിയേ, നുള്ളല്ല, എന്നാലും ഇത് ഇച്ചിരി ഒരു സ്പൈസി സോസാന്നു. അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടുതൽ ഇടുന്നതുകൊണ്ട് തരക്കേടില്ല, അല്ലെങ്കിൽ ഒരു 2 പച്ചമുളക് ഇടുന്നതുകൊണ്ടും തരക്കേടൊന്നുമില്ല, നല്ലത് തന്നെയാണ് ഇടുന്നത്. പിന്നെ ആ പാപ്രിക്കായ്ക്ക് ആന്നേലും ഒരു ഇച്ചിരി വേറൊരു ടേസ്റ്റ് ആന്നു അതിന്. പിന്നെ പച്ചമുളക് ഇടുവാണെങ്കിൽ ഈ 2 സാധനം ഇടരുത്, പാപ്രിക്ക ഇടരുത്, മുളക് പൊടി ഇടരുത്. ഇതിനകത്തോട്ട് ഒരു നുള്ള് വിനീഗർ, അതായത് നമ്മുടെ ടൊമാറ്റോ ബേസിക്കലി ഇച്ചിരി പുളിയുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഒരുപാട് ചേർക്കണ്ട, 1-2 ഡ്രോപ്സ് ആയിട്ട് ചേർത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ അഥവാ ഇച്ചിരി പുളി കൂടി പോയെന്ന് തന്നെ വിചാരിച്ചോ, അന്നേരം എന്നാ എടുക്കണമെന്നറിയാവോ, കുറച്ച് പഞ്ചസാര ഇട്ടേച്ചാൽ മതി, അന്നേരം ഒന്ന് ഇച്ചിരി ബാലൻസ് ആവും. ഇനി നമ്മുടെ ഈ സോസ് ഒന്ന് ഇച്ചിരി ഒന്ന് വേവാനുണ്ട്, ഒത്തിരിയല്ല, ഒരിച്ചിരി, അതായത് നമ്മുടെ സോസിൻ്റെ കൺസിസ്റ്റൻസി, അതായത് ആ ഗ്രേവി എന്തോരം വേണം. നമ്മുടെ ഇതിപ്പോൾ സ്റ്റാർട്ടറായിട്ട് ചെയ്യുവാന്നേൽ പെരണ്ടിരുന്നാൽ മതി നമ്മുടെ ബോളിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ക്രീം ചീസില്ലേ, അത് ക്രീം വാങ്ങിച്ചിട്ട് ഒഴിച്ച് അതിനകത്തോട്ട് മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് അധികം ഫാറ്റ് ഇല്ല, അതുകൊണ്ട് അഭിമാനത്തോടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചീസോ ക്രീമോ ഒന്നും ചേർക്കുകയില്ല. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഇതിനകത്തോട്ട് നമ്മുടെ മീറ്റിൻ്റെ സകല ഫ്ലേവറും ഇറങ്ങാനുണ്ട്. അപ്പോൾ എന്നാ ചെയ്യണം, ഈ മീറ്റ് കംപ്ലീറ്റ് ഇതിനകത്ത് ഇടുക. ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, എന്നാന്നറിയാവോ, ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചില്ലായിരുന്നു, ആ വെള്ളത്തിന് പകരം നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരമുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആന്നു. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടേ, ഒന്നുമില്ല, ജസ്റ്റ് ഗാർണിഷിങ് മാത്രമേ ഉള്ളൂ. അടുക്കളയും വൃത്തിയാക്കണം. നമ്മുടെ മീറ്റ് ബോൾസ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സ്പൈസി അല്ല, എന്നാൽ ഒരു സ്പൈസി ആണോ എന്ന് ചോദിച്ചാൽ ആന്നു താനും. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഇതുകൊണ്ടുകൂടെ എന്നാ സെർവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബേസിക്കലി കുറച്ച് പാസ്ത അങ്ങനെയൊക്കെ കൊടുത്താൽ നല്ലതാണ്. പിന്നെ ഇതല്ല, ചപ്പാത്തിയുടെ കൂടെയൊക്കെ വേണം എന്ന് വെച്ചാൽ കഴിക്കാം, സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ കഴിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, ചോയ്സ് എല്ലാം നമ്മുടെ കയ്യിലാണ്, ഇതേത് വേണമെങ്കിലും കഴിക്കാമേ. പക്ഷേ ഇന്ന് ഈ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഭയങ്കര യൂത്ത് അങ്ങനെ പിള്ളേരൊക്കെ വരുന്നവർക്കാണ് കൂടുതൽ കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് ഇതിനേക്കാട്ടിലൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്, ഫുഡിനോട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്, നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എന്നാ പറയുന്നത്, നമ്മൾ സ്ക്രീനിലൊക്കെ കാണുമ്പോഴത്തേക്ക് ചേട്ടനോട് ഒരു പ്രത്യേക ഒരു എന്നാ പറയുക, ഒരു പേടി വരും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പേഴ്സൺ ബൈ പേഴ്സൺ എന്ന് പറയുന്നത് ചേട്ടൻ ഒത്തിരി പാവുക. പിന്നെ ആണെങ്കിൽ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ചേട്ടൻ ഒരിക്കലും മറന്നു പോകാൻ ചാൻസേ ഇല്ല. അതിപ്പോൾ ഇത് ആരാ ഏതാന്നൊക്കെയല്ലേ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് ഇപ്പൊ കാണാം കേട്ടോ, ആ സസ്പെൻസ് ഇപ്പൊ മനസ്സിലാക്കും. നമസ്തേ. നമസ്തേ തരണം ചേട്ടാ. എനിക്കേ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാന്ന് വെച്ചാൽ എൻ്റെ ആനീസ് കിച്ചണിൽ ചേട്ടൻ ഫാമിലിയോടെ, അതായത് ചേച്ചിയും മോളും എല്ലാവരുമായിട്ട് വന്നപ്പം ഒത്തിരി സന്തോഷം. വളരെയധികം സന്തോഷം എനിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെയ്ക്കും ഇതേമാതിരി ചാനലിൽ ഫാമിലിയായിട്ട് പോയിട്ടില്ല. ആദ്യത്തെ ഒരു ഫാമിലിയായിട്ട് ചാനലിൽ വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, പിന്നെ എല്ലാ ഈ പ്രോഗ്രാമിന് പോവുകയാണെങ്കിലും ഇതേമാതിരി നല്ല ഭക്ഷണം തന്ന് സ്വീകരിക്കുന്നത് അതെ. എന്നാന്നറിയാമോ, അത് ചേച്ചിയോട് ചോദിക്കരുത്. ചേച്ചി നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണവും കൊടുത്ത് സന്തോഷിച്ച് അങ്ങനെ പോകുന്നതന്നെയല്ലേ സന്തോഷം. കണ്ടോ, അപ്പൊ എന്റെ അടുക്കളയിൽ അങ്ങനെ വരുന്നത് തന്നെയാന്നല്ലേ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചെന്നാന്നറിയാമോ, നേരത്തെ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞ്
ചേട്ടൻ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കുവാന്നേല് ഒരു ഹെവി ഫുഡ് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു. ഇച്ചിരി വില്ലത്തരമൊക്കെ ചേർന്നൊക്കെ, അതായത് ഇച്ചിരി ഉപ്പ് പുളി എരിവ് എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനം. പിന്നെ ഞാൻ ആലോചിച്ചു ക്യാരക്ടർ വൈസ് അല്ല അങ്ങനെ, പക്ഷെ ചേട്ടന്റെ പേര് നോക്കുമ്പോ മേഘനാഥൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള ഒരു പേരാന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വേണ്ട, ബൈ പേഴ്സൺ, അതായത് വ്യക്തി എന്ന് പറയുന്ന അതല്ലേ, അപ്പൊ ആ സോഫ്റ്റ് ആയിട്ടൊരു ഫുഡ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്നൊരു സോഫ്റ്റ് ഫുഡാ ഇഷ്ടം. പക്ഷെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, അച്ഛനും അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് അറിയാൻ മേല. പക്ഷെ ഈ കൂട്ടത്തിൽ എന്നെ കൂട്ടാട്ടോ എനിക്കും ഇഷ്ടമുള്ള സാധനമാണ്. ഈ മേഘനാഥൻ എന്ന് പറയുന്ന ഒരു റേർ പേര് തന്നെയാണ്. ഇത് അച്ഛന് ഇട്ടതാന്നോ? അച്ഛനിട്ട തന്നെയാണ്. എന്തുകൊണ്ട് ഇട്ടു എന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല. അവിടുന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എൻ്റെ ഫാമിലിയിൽ എനിക്ക് മാത്രമേ ഈ ഒരു പേരുള്ളൂ. അവിടുന്ന് അതായത് എൻ്റെ ജ്യേഷ്ഠനും ഇവർക്കൊക്കെ അനിൽകുമാർ, അജയ് കുമാർ, സുജാത, സ്വർണ്ണലത അങ്ങനെയുള്ള പേരുകളുള്ളത്. ഞാൻ മാത്രമാണ് മേഘനാഥൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എല്ലാവരും പറയും നമ്മുടെ രാവണന്റെ മകൻ കൂടിയാണ് ഇന്ദ്രജിത്ത് എന്നുള്ള ഒരു പേര് കൂടി ഉണ്ട് അവിടുന്ന്. ഇനി എന്താണ് അങ്ങനെ ഒരു പ്രത്യേക പേരിടാനുള്ള കാര്യം അത് ചോദിച്ചില്ലല്ലേ? ഒരു പ്രാവശ്യം പോലും ചോദിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ചിലപ്പം എനിക്ക് തോന്നുന്നു അച്ഛൻ വിചാരിച്ചാണ് ഭാവിയിൽ ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു കലാകാരനായിട്ടൊക്കെ വരും, അതുകൊണ്ടായിരിക്കും പോയറ്റിക് ആയിട്ടൊക്കെ. അതുമല്ല ഈ പേരിൽ അധിക പേരില്ല, ഇനിയും ഭയങ്കര റെയറാണ്, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഒരു 10ഓ 20ഓ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നോക്കിയാൽ ചിലപ്പോ കാണുമായിരിക്കും അല്ലെ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു ചേട്ടന്റെ പേര് വേറെയാ അനിയന്റെ പേര് വേറെയാന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ടില്ല ചേട്ടൻ എനിക്ക് ഇങ്ങനത്തെ പേരിട്ടേക്കുന്നേന്ന്? ഇല്ലില്ല, ചോദിച്ചിട്ടില്ല. അവിടുന്ന് പേടിയാ? പേടിയായിട്ടില്ല അന്നൊന്നും. പിന്നെ ഇങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ഛനെ കാണുന്നത് തന്നെ വളരെ അപൂർവമാണ്. അവിടുന്ന് എനിക്ക് ഓർമ്മ വെച്ച മുതൽ അച്ഛൻ ഭയങ്കര ബിസി ആയിരുന്നു. കാരണം അന്നൊക്കെ ഷൂട്ടിങ് മദ്രാസിലാണല്ലോ നടക്കുന്നത്. ഈ രാവിലത്തെ മാംഗ്ലൂർ മെയിലിന് വരും, വൈകുന്നേരത്തെ മാംഗ്ലൂർ മെയിലിന് തിരിച്ച് പോകുന്നത്. അത് അവസാന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കൂടുതൽ സമയങ്ങൾ കാണാറുള്ളത് അവിടുന്ന്. അത് കാരണം പിന്നെ ആ സമയത്ത് ചോദിക്കാൻ പറ്റാത്തൊരു അവസ്ഥയും കൂടി ആയതുകൊണ്ട് ഓക്കെ. ഇപ്പൊ ചേട്ടനിരുന്ന അച്ഛൻ 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 എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഭരത് ബാലൻ നായർ സാറിന്റെ മകനാണ് ഇദ്ദേഹം. ചേച്ചി ഒരു കാര്യം ചോദിച്ചിട്ടെ, മരുമോക്ക് പേടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പം അതായത് അച്ഛനോട് നിങ്ങൾ നേരിട്ടൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ട്? അപൂർവാണ്. ആണോ? ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ബേസിക്കലി സാറിനെ പറ്റി അച്ഛനെ പറ്റി ഒരു ഇപ്പൊ ചേട്ടനെ കാണുമ്പോ തന്നെ യു വില്ലൻ അങ്ങനെയൊക്കെ തോന്നുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സും അങ്ങനത്തെയാ. പിന്നെ ചേട്ടൻ ചെയ്തതും അച്ഛൻ ചെയ്തതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചോദിക്കാവേ. ഇവിടെ നിന്ന് ചോദിച്ചാൽ ഒക്കെ അല്ല, ചേച്ചിയോടാ കൂടുതൽ ചോദിക്കാറുണ്ട്. നമുക്ക് അവിടെ പോയിക്കാം. വെരി മാത്രം തരികയല്ല, എൻ്റെ കൂടെ സാധനം ഉണ്ട് കേട്ടോ. ആദ്യം നമുക്കൊന്ന് വർത്താനം പറയാവേ. ഇല്ലല്ലോ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ വർത്താനത്തിന്റെ ആ ഒരു മൂഡ് അങ്ങ് പോയി പോകും. മാത്രമല്ല ചേച്ചിയോട് എനിക്കൊരു ഇച്ചിരി കാര്യം ചോദിക്കാനുണ്ട്. എന്നാന്നോ ചേച്ചി കല്യാണം കഴിച്ചേച്ചി വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ വില്ലന്മാരുടെ ഒരു സങ്കേതത്തിനകത്തോടല്ലേ കയറി ചെല്ലുന്ന. ഏതാണ്ട നായകന്മാരെയൊക്കെ അടിച്ചോണ്ട് പോയിട്ടൊക്കെ ഇങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയർ. ചേച്ചിക്ക് എങ്ങനെയായിരുന്നു അതൊന്ന് പറയാവോ? അച്ഛൻ ചേട്ടൻ പേടിച്ചിട്ടാണ് പോയത്. ചേച്ചി ഒന്ന് പറഞ്ഞു തന്നെ എങ്ങനാന്നൊന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നല്ല ഇപ്പൊ ചെന്ന് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോ പിന്നെ മാറിയാ നല്ല. ചേച്ചി ആദ്യമായിട്ട് മിണ്ടാവോ അങ്ങനെയൊക്കെ ആയിരുന്നോ? അച്ഛൻ പാവാണ് ശരിക്കും. നമ്മൾക്ക് കുട്ടി ചെറുപ്പത്തിലേ ഇങ്ങനെ അച്ഛന്റെ പടങ്ങൾ അങ്ങനെ കണ്ടതുകൊണ്ട് ഒരു പേടി എല്ലാവരുടെയും മനസ്സിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയി അല്ലേ. അയ്യോ ഇങ്ങനെ എന്നാ പറഞ്ഞാലും ദേഷ്യപ്പെടും. പിന്നെ ഉണ്ണിയേട്ടനെയും പേടിയായിരുന്നു അങ്ങനെയല്ലേ കാണുന്നത്. ഇയാൾക്ക് അപ്പൂപ്പനെ പേടിയുണ്ടായിരുന്നു? എനിക്ക് ഓർമ്മയില്ല, എനിക്ക് 3.5 വയസ്സാകുമ്പോഴത്തേക്ക്. അന്നേരത്തേക്ക് അച്ഛന്റെ വില്ല വേഷം കാണുമ്പോ
അച്ഛനെനിക്ക് പേടി ആകെ പേടിയില്ല അച്ഛനെ ബേസിക്കലി പേടിയാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മോൾ എന്ന നിലയ്ക്ക് അച്ഛൻ എന്നാക്ക് റൂൾസോ അങ്ങനെ പേടി വരാനും മാത്രം അച്ഛൻ എന്നെ അടിച്ചോ അതോ വഴക്ക് പറയാറുണ്ടോ? എന്നാ ചെയ്യുന്നത്? ചെറുതാകുമ്പോ ചീത്ത പറയും, നല്ല തല്ലും കിട്ടിയിട്ടുണ്ട്. നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ വടി വെച്ചാ തല്ലുന്ന്? വടീനെക്കാട്ടും മേലെ കൈ കൊണ്ട് ഇച്ചിരി നീങ്ങിയിരുന്നേക്കാം. ദേഷ്യപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ്. ഡീസൽ എഞ്ചിന്മാരിയാണ്, അത് കത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കത്തോടുത്ത്. അപ്പോൾ പിന്നെ എന്താണ് കിട്ടിയെച്ചാൽ അത് ഒഴിച്ച് പെരുമാറി കൊടുത്ത് ആ ഒരു ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതായതിനു ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. കാരണം എൻ്റെ നോട്ടം ഒന്ന് മതി. അപ്പോൾ അത് ഇഷ്ടമാണോ ഇല്ലേ എന്താണെന്നുള്ളത് ആ നോട്ടത്തിൽ അറിയാറുണ്ട്. അപ്പൊ എന്നാ സ്റ്റെപ്പ് എടുത്താലും ആദ്യം അപ്പനെ ഒന്ന് നോക്കും. അമ്മയോടാണോ ഫ്രീ അച്ഛനോടാണോ ഫ്രീ ആയിട്ട് പറഞ്ഞാൽ? ഫ്രീ രണ്ടുപേരെടുത്തു. ആദ്യം ഫസ്റ്റ് ഒരു കാര്യം നടക്കണമെങ്കിൽ അപ്പനോടാണോ അമ്മയോടാണോ പറയുന്നത്? അമ്മേടെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടൻ ഇപ്പൊ സിനിമയെ വന്നേച്ച് ഇപ്പൊ എത്ര കൊല്ലായി? ഞാനൊരു 80 വന്നാണ് അസ്ത്രം എന്നുള്ള പറഞ്ഞ. more than 30 years അല്ലേ? പക്ഷെ ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു സെലിബ്രിറ്റിക്കുള്ള ഒരു എന്താ പറയാ, ഒരു സെലിബ്രിറ്റി എങ്ങനെയാ വരുന്നത്? ഒരു ജാടയും ഒക്കെ കാണുകയല്ലേ, അതായത് ഭയങ്കര പോഷായിട്ടും 10 പേരെ കാണിക്കാനായിട്ടും ഒക്കെ വരാറുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുകയല്ല, ഉണ്ട്. ചേട്ടനെ കാണുമ്പം ചേട്ടൻ ഭയങ്കര സിമ്പിളാണ്. എന്നാ ചേട്ടാ അങ്ങനെ? അതെന്താ വെച്ചാൽ എൻ്റെ അച്ഛനും ഭയങ്കര സിമ്പിളായിരുന്നു. അമേരിക്കയിൽ വരെ മുണ്ടും ഷർട്ട് എടുത്തിട്ട് പോയിട്ടുള്ള ആളാണ് അച്ഛൻ. അച്ഛന് സിനിമയിൽ കോട്ടും സൂട്ടും പൈപ്പും ടൈയൊക്കെ വെച്ച്. സത്യം. അച്ഛൻ ഈ പറഞ്ഞ കൂട്ട് മുണ്ടും ഷർട്ടും കൊണ്ട് അമേരിക്ക വരെ പോയെന്നാ പറഞ്ഞത്. അതേ പക്ഷെ വില്ലൻ ക്യാരക്ടേഴ്സ് പറയുമ്പോ ഉണ്ടല്ലോ, അച്ഛൻ ചെയ്തിരിക്കുന്ന ഭയങ്കര റോയൽ വില്ലനാ. പൈപ്പൊക്കെ വെച്ച് കോട്ടൊക്കെ വെച്ച് എന്നാ പോലെ വരുന്നത്. പക്ഷെ ചേട്ടൻ ചെയ്തേക്കുന്ന തനി കവല ചട്ടമ്പി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അങ്ങനെയാ. എന്ന് വെച്ചാൽ മുണ്ട് അങ്ങോട്ട് മടക്കി കുത്തിവെച്ച് പോന്നാ പിന്നെ അതിന്റെ അർത്ഥം ആരും പോരിയല്ല. ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ ഒരു ചെറിയ ജുബ്ബ, ഒരു ലുങ്കി, ഒരു ദിനേശ്, ഒരുവിധ സിനിമയിലൊക്കെ ഏകദേശം അതേമാതിരി തന്നെയാണ്. എല്ലാ വില്ലൻ വേഷങ്ങളിലും ഒക്കെ ഏകദേശം ഒരു വേഷം അല്ല, വേഷങ്ങളെ നമ്മുടെ ഡ്രസ്സ് ഒക്കെ ആ ടൈപ്പാണ്. അതിലൊരു മാറ്റമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഇതിൽ അച്ഛന് ഒരുപാട് വെറൈറ്റി വേഷങ്ങളും വിഗായാലും, അച്ഛന് പിന്നെ ഞങ്ങളുടെ മുടി ഉണ്ടായിരുന്നു അടുത്ത്. എന്നാലും വിഗും പൈപ്പും മാതിരി ഡ്രസ്സിൽ തന്നെ ഡ്രസ് കോഡ് തന്നെ ഭയങ്കര വ്യത്യാസമായിരുന്നു. നമ്മൾ ഡ്രസ്സും വിഗും വെച്ചാൽ തന്നെ നമ്മുടെ ശരിക്കും രൂപം മാറിപ്പോകും. ഞാൻ വിഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ചിലപ്പോൾ വയസ്സ് കമ്മിയായി വരുള്ളൂ. ഞാൻ പിന്നെ എല്ലാ പടത്തിനും ഈ കഷണ്ടിയും താടിയും, ഇപ്പം താടിയില്ല, ആദ്യം താടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പടത്തിന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒരു ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഞാൻ ചില ഡയറക്ടേഴ്സിൻ്റെ നമ്മൾക്ക് അടുത്ത പരിചയമുള്ളവരടുത്ത് ചോദിക്കും, നമുക്കൊരു വിഗ് വെച്ചാലേക്ക്. അയ്യേ വിഗ് വെച്ച പറ്റില്ല, നിങ്ങൾ ഈ സാധനം മതി അവിടുന്ന്. വേറൊരു ചേഞ്ച് വരുത്താൻ അവരൊന്നും സമ്മതിക്കാറില്ല അവിടുന്ന്. ചേട്ടൻ എപ്പോഴെങ്കിലും ഒരു ക്യാരക്ടർ ഡിഫറൻസ് വേണമെന്ന് ഫീൽ ചെയ്തിട്ടില്ലേ? അല്ല, നമുക്കിപ്പം പിന്നെ ഈ വില്ലൻ വേഷങ്ങൾ തന്നെ ഒരുപാടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ 30 കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ ആകെ അഭിനയിച്ചിട്ടുള്ള ഒരു 50 പടങ്ങൾ അഭിനയിച്ചിട്ടുള്ളൂ. അത്ര പടങ്ങൾ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ ശരിക്കും ചേട്ടാ ഒരു ഒത്തിരി പടമാണ് ഞങ്ങളുടെ മനസ്സിലൊക്കെ കിടക്കുന്നത്. മലയാളി പ്രേക്ഷകർക്ക് മൊത്തം ചേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിറഞ്ഞാ നിൽക്കുന്നത്. അതിൽ വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നല്ല ബാനറിൽ നല്ല ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ത്രൂ ഔട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ പുഴയും കടന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ആകെ 4 സീൻ അഭിനയിച്ചിട്ടുള്ളൂ. 4 ദിവസം അഭിനയിച്ചിട്ടുള്ളൂ. എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പിന്നെ നമ്മുടെ സ്ക്രീനിൽ പ്രസൻസ് ഇല്ലെങ്കിൽ കൂടി ആ കഥയിൽ എല്ലാ ക്യാരക്ടേഴ്സും ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ് ബിൽഡപ്പ് ആയിട്ട് പോകുന്നുണ്ട്. അത് കാരണം അത് നിറഞ്ഞു നിൽക്കും. നമ്മൾ അധികം മെനക്കെടണ്ട. ട്രസ്റ്റ് പുരത്താണ് അതിൻ്റെ സ്കൂളുണ്ടായിരുന്നത്. ആ ട്രസ്റ്റ് പുരത്ത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ജിയോ കുട്ടപ്പൻ സാറിൻ്റെ ഓഫീസ്, അതിൻ്റെ ബാക്കിൽ മേനോൻ സാറിൻ്റെ വീട്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ അവിടേക്കാണ് പോവുക, മേനോൻ സാറിൻ്റെ വീട്ടിലേക്കാണ് പോവുക.
അപ്പം ഭക്ഷണം കഴിക്കുമ്പം അന്ന് ഒരു പരസ്യ കലയാണുള്ളായിരുന്നു. അപ്പം പോസ്റ്റർ ഡിസൈൻ ചെയ്യണം, എല്ലാ പടത്തിൻ്റെയും ആൽബങ്ങളുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ വരുന്ന നോക്കും പടത്തിൻ്റെ ആൽബങ്ങൾ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് നമുക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാനൊന്നും അറിയുന്നില്ല, എന്നാലും ആഗ്രഹമൊക്കെ ഉണ്ട് പറഞ്ഞു. അങ്ങനെയാണ് അസ്ത്രം എന്ന് പറഞ്ഞ പടത്തിന് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സാറ് ഡയറക്റ്റ് ചെയ്തത്. അതിലൊരു സ്റ്റുഡിയോ ബോയ് ആയിട്ട് മമ്മൂക്കേൻ്റെ കൂടെ ഒരു ഒറ്റ സീന് ചെയ്ത് അവിടുന്ന്. അത് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ വിട്ടതല്ലേ അന്നേരം? പഠിക്കാൻ വിട്ടാണ്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു സാറിൻ്റെ അടുത്ത്, അങ്ങനെ വന്നാണ് അവിടുന്ന്. നമ്മുടെ അച്ഛൻ എന്ത് ചെയ്യാ സമയത്ത്? അച്ഛനൊക്കെ ഉണ്ട്, പിന്നെ അച്ഛൻ്റെ ഉണ്ട്. അപ്പം അങ്ങനെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ അച്ഛനെ ബാല എന്ന് വിളിക്കുക. ബാല ഞാൻ അവനൊരു വേഷം വെച്ചിട്ടുണ്ട്, അവിടെ അടുത്ത് വരാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എറണാകുളത്ത് വെച്ചിട്ടാണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. നമ്മൾ PVS ഹോസ്പിറ്റലുണ്ട് ഇപ്പോൾ, അന്ന് അത് ഹോട്ടലായിരുന്നു, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഷൂട്ടിംഗ് നടന്നു. ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരു സീനൊക്കെ പ്രതീക്ഷിച്ചത് നല്ലതായിട്ട് പഠിക്കാൻ കൊണ്ടുപോയി മെഡ്രാസ് വിട്ടിട്ട് കൊച്ചു ചെന്നേച്ച് ഇങ്ങനെ ഈ സിനിമയുടെ ആൽബം ഒക്കെ കാണുവാണോ എന്നുള്ള ചോദിച്ചിട്ട് അപ്പൻ്റെ ഒരു എൻട്രി ഒക്കെ പ്രതീക്ഷിച്ചു. ഇല്ല 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 ഇല്ല. പിന്നെന്താ വെച്ചാൽ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് ഞാൻ എല്ലാ സെറ്റിലും അച്ഛൻ്റെ കൂടെ പോകലുണ്ട്. അവിടുന്ന് പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി വിട്ട് തരും ഞാൻ അവിടെ. പിന്നെ അടുത്ത് തന്നെയാണല്ലോ, കോടമ്പാക്കം എല്ലാം സ്റ്റുഡിയോസ് അടുത്താണല്ലോ. അപ്പോൾ എല്ലാ സെറ്റിലും പോകലുണ്ട്. ഡബിങ്ങിന് പോകുമ്പോൾ പോവും. പിന്നെ ചെയ്ത ഒരു ക്യാരക്ടർ വന്നു പഞ്ചാഗ്നിയിൽ ഗീത ചേച്ചിയുടെ. അത് ശരിക്കും പറഞ്ഞ ഒരു ക്യാരക്ടറായിട്ട് വരുന്നത് അതിലാണ്. ഞാൻ ഫസ്റ്റ് ഫേസ് ചെയ്യണത്, ക്യാമറ ഫേസ് ചെയ്യണത്. ശരിക്കും സിനിമയിലേക്ക് എൻട്രി പറഞ്ഞാൽ പല ആൾക്കാരും ആദ്യം വന്ന സിനിമ പറയില്ല, ഏറ്റവും ഹിറ്റായ പടം മാത്രമേ പറയുള്ളൂ. ഇപ്പം ഒരു ക്യാരക്ടറായിട്ട് ഒരു ത്രൂ ഔട്ട് സിനിമയിൽ വന്നിട്ടുള്ളത് പഞ്ചാഗ്നിയിലാണ് അവിടെ, ഗീത ചേച്ചിൻ്റെ അനിയനായിട്ടാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഇടുന്നേ. അപ്പോൾ ഞാൻ കുടമാറ്റം എന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇത്ര ഹൈറ്റിൽ നിന്ന് ചാടി എടുത്തു. ആ ലൈറ്റ് വെച്ച് എൻ്റെ ഹൈറ്റിൽ നിന്ന് ചാടി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. കുട്ടേട്ടൻ താഴത്തുണ്ട്, ഞാൻ മുകളിൽ നിന്ന് ചാടി വരുന്നതാണ്. ഇപ്പോൾ ഭാരതപ്പുഴേൻ്റെ തീരത്താണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പം മാഫിയ ശശിയാണ് മാസ്റ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട കുറച്ചും കൂടി ഹൈറ്റിൽ ചാടി, ഇത് സ്ലോ മോഷനാണ്, അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും പറഞ്ഞു. ശരി പറഞ്ഞു, ഒന്നും കൂടി ഒന്ന് ചാടി. അപ്പോൾ ആദ്യം ചാടിയപ്പോൾ പാറപ്പുറത്ത് മണലുണ്ടായിരുന്നു. ചെപ്പൽ ചവിട്ടി സ്കിഡ് ചെയ്ത് നേരെ പോയി കാലടിച്ച് ഇവിടെ കട്ടായിട്ട് വെള്ള കളറ്. അപ്പം സാധാരണ ചെത്തിണ്ടെങ്കിൽ വെള്ള കളറല്ലേ ഉണ്ടാവുക. അപ്പം വേഗം വെള്ളം എടുത്ത് കഴുകി. ഇപ്പം എൻ്റെ അടുത്ത് മാഫിയ വെച്ച് വേഗം ഒരു തുണി എടുത്ത് കെട്ടിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എനിക്ക് തരിച്ചു പോയി, തരിപ്പ് വന്നിട്ടേ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞു, ഞാൻ തട്ടി നമുക്ക് നോക്കാറുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട എന്തായാലും ഒന്ന് പോയിട്ട് പിന്നെ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വന്നു. അങ്ങനെ ഓർത്തോൻ്റെ പോയി ഇതാക്കിയപ്പോൾ ലിഗ്മെൻറ്റ് കട്ടായിരിക്കണം. അപ്പോൾ ഇതിനെ ബാൻഡേജ് വെച്ച് ഇതാക്കി. പിന്നെ അതാണ് വെച്ചാൽ അന്നാണ് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകളും തമ്മിലുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ അത് തീർക്കാതെ പറ്റൂല. ഞാൻ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സുന്ദരദാസ് പറഞ്ഞത് ഓൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷനാണ്, നമുക്കൊന്നൊരു ഫൈറ്റ് നമുക്ക് പിന്നെ എടുക്കാം, ആ എൻഡ് പോർഷൻ ഒന്ന് ഇതായിക്കോട്ടെ. അങ്ങനെ അടിച്ചു വിടണം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇവിടുന്ന് ഇതുവരെയ്ക്ക് ബാൻഡേജാണ്. അപ്പോൾ എന്തൊക്കെ ലുങ്കി വേണുണ്ടായിരുന്നു, അത് ഇതാക്കിയിട്ട് ഇവിടെ 2 ടക്ക് ഇട്ടിട്ട് ഇത് ബാൻഡേജ് കാണാത്ത രീതിയിൽ ആക്കി ക്ലൈമാക്സിൽ വന്ന് വീണ് ആ ഡയലോഗ് കഴിഞ്ഞ് ആ പോർഷൻ കഴിഞ്ഞ് പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ് ഷൂട്ട് ചെയ്ത്. അങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പായി. പിന്നെ ഇപ്പോൾ പ്രായക്കരൊക്കെ പവൻ പറഞ്ഞ പടത്തിൻ്റെ ഇടയിൽ കാറ് മറിഞ്ഞിട്ട് ഒരു 3 വെർട്ടിബ്ര പൊട്ടിപ്പോയി. അങ്ങനെ അങ്ങനെ ഒരു 6 മാസം അതും അച്ഛൻ അന്ന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അപ്പോൾ PRS ഹോസ്പിറ്റലിൽ അവിടെ കുറച്ച് കിടന്നു. അങ്ങനെ ഇടയ്ക്കും തലയ്ക്കും ഇങ്ങനെ ഒരു ചെറിയൊരു കയറ്റം വരും, പിന്നെ ചെറുതായിട്ട് ഇറങ്ങും. ചേട്ടൻ എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ അവിടെ പിന്നെ മദ്രാസിലുള്ള സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലേ ഡയറക്ടർ അച്ഛൻ്റെ എൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു സർവൻ്റ് ഉണ്ട്. അവർ വരാത്ത ദിവസങ്ങളിൽ നമ്മുടെ വക മെയിനായിട്ട് ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയാണ് ഉണ്ടാക്കുക. ഞാൻ അധികം പണിയൊന്നും ഇല്ലല്ലോ, അല്ല വാർക്കണ്ട ഒന്നും വേണ്ട. പിന്നെ ഇല്ലെങ്കിൽ ഒരു ചമ്മന്തി അല്ലെങ്കിൽ പയർ ഇതൊക്കെ. പിന്നെ ഏറ്റവും എളുപ്പമുള്ളത് ചിക്കൻ കറിയാണ് അവിടെ. ചിക്കൻ കറിയിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ടൈപ്പിൽ ടേസ്റ്റാണ്. അതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞ്
എരിവും കൂടി ഉപ്പും കൂടി എന്നാ ചെയ്യും? കളയാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ലാസ്റ്റ് ഞാൻ ഇത് കുറച്ച് തൈര് എടുത്തിട്ട് കഴിച്ചു. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം ഞാൻ ഏതൊരു മറ്റേ TV പ്രോഗ്രാം കാണുമ്പോൾ അതിലുണ്ട് തൈര് തൈര് ചേർക്കും. തൈര് ചേർത്താ ഭയങ്കര ഇത് അറിഞ്ഞുകൂടാതെ ചേർത്തതാന്നേ. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഗ്രേവി ഇല്ലെങ്കിൽ കഞ്ഞീൻ്റെ വെള്ളമില്ലേ, കഞ്ഞി വെച്ച് കഞ്ഞീൻ്റെ വെള്ളം ഉണ്ട് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലേ നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പുണ്ടാവില്ല. ഇല്ല. അപ്പം ഇത് കഞ്ഞീൻ്റെ വെള്ളമായിരിക്കും. അപ്പോൾ കുറച്ച് തികരത് കിട്ടും. പിന്നെ ഇവിടെ ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ മീൻ കറി വെച്ചാലും പച്ചവെള്ളം മാതിരി ഉണ്ടാവുള്ളൂ, ചുവപ്പ് കളറ് മാത്രമാണ്, കൊഴുപ്പുണ്ടാവില്ല. ഒരു ദിവസം ഞാൻ കോഴിക്കോട് സാഗറിലിരിക്കുമ്പം ഭക്ഷണം കഴിച്ച് പൊറാട്ടയും അവിടുത്തെ മീൻ കറി കഴിക്കുന്ന സമയത്ത് അതിൽ നോക്കുമ്പോൾ ഒരു കുരു കിടക്കണമായിരുന്നു. നമ്മൾ ഈ ഇളവൻ എന്നൊക്കെ പറയില്ല, ഇളവൻ്റെ ഒരു നോക്കും. ഞാൻ ചോദിച്ചു ഇതെന്ത് ഇങ്ങനെ കുരു കിടക്കണം? അത് കൊഴുപ്പിന് വേണ്ടിയിട്ട് അതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഇപ്പം പിന്നെ ഉള്ളിയൊക്കെ അരച്ച് പിന്നെ അതൊരു ടിപ്പാന്നല്ലോ അല്ലേ? അത് ശരി. അതും ചിലർ നമ്മളെ ഞങ്ങളവിടെ തന്നെ കർമൂസ എന്ന് പറയും, ഇവിടെ എന്താ പറയുക പപ്പായാന്ന്, മറ്റേ പപ്പായയുടെ അല്ലേ? അത് ചെറുതാക്കിയിട്ട് ഇടും ചിലര്. അപ്പൊ കൊഴുപ്പ് കിട്ടും. എന്നാന്ന് വെച്ചാൽ പപ്പായ പെട്ടെന്ന് വേവുമ്പത്തേക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവിക്ക് കൊഴുപ്പ് കൂടും കൊടുക്കും. അത് സത്യം. പപ്പായ ഇട്ടാ ഒരു ഗുണവും കൂടെ ഉണ്ട് ചേച്ചി, പെട്ടെന്ന് വേവും. നമ്മളതിപ്പോ ബീഫ് ആന്നേലും മട്ടൺ ആന്നേലും ചിക്കൻ ആന്നേലും അതിട്ടാ പെട്ടെന്ന് വേവും കമ്പാരിറ്റീവ്ലി. ഇത്രയും പരീക്ഷണമൊക്കെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. ഏതാ ഈ കുരു കണ്ടുപിടിച്ചു, പപ്പായ കണ്ടുപിടിച്ചു, ഇതെല്ലാം കണ്ടുപിടിച്ചു. ചേച്ചി വീട്ടിൽ പരീക്ഷിക്കാറുണ്ട്. പെട്ടെന്ന് അങ്ങനെ എന്താ തിരക്കോ ആരെങ്കിലും ഒക്കെ അങ്ങനെ പെട്ടെന്ന് വരികയൊക്കെ ആകുമ്പോൾ സഹായിക്കാം. എന്തെങ്കിലും ചെറിയ വിശേഷങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ചിക്കനൊക്കെ ഞാനാണ്. ചിക്കനെല്ലാം വെജിറ്റബിൾ ഇല്ല കേട്ടോ. സാമ്പാർ അവിയല് നമ്മള് ആ ഫുഡൊന്നും ചെയ്യില്ല. ഇത് ചിക്കനും ഫിഷും നോണ് പിന്നെ ചിക്കനും ഫിഷ് എഗ്ഗും ഒക്കെ നല്ലതായിട്ട് ചെയ്യും. ചെയ്ത് ഓരോ പ്രാവശ്യം എന്തെങ്കിലും പിന്നെ കണ്ടിന്യൂറ്റി കൊടുക്കാറില്ല, ഒക്കെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യും. അല്ല അതാണ് ബുദ്ധിമുട്ട്. അവിടെ കാണുന്ന എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് അതാണ് എനിക്ക് മനസ്സിലായല്ലോ. പിന്നെ ഞാൻ ഈ പ്രോഗ്രാം കാണുമ്പോൾ ആനി വിചാരിക്കും എപ്പോഴും ഈ കരുവേപ്പിലേന്റെ മെയിൻ ആളാണല്ലോ അല്ലേ? എന്റെ വക കുറച്ച് ഈ പ്രോഗ്രാം കാണലുണ്ടായിരുന്നു. അപ്പൊ അതേമാതിരിയാണ് നമ്മുടെ വൈഫ് അധികം കരുവേപ്പില ഇടും. പിന്നെ എന്താ വെച്ചാൽ അവരെ വീട്ടിൽ അവിടെ കോഴിക്കോട് ഞങ്ങളെ വീട്ടിലൊക്കെ കരുവേപ്പിൻ മരം തന്നെ ഉണ്ട്. രാവിലെ എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരുവേപ്പിൻ്റെ ഇലേനെ കൊണ്ട് ജ്യൂസ് അടിക്കും, എന്നിട്ട് കുടിക്കും വെറും വയറ്റിൽ. അതായത് വെള്ളുള്ളി കാന്താരി മുളകില്ലേ, അത് ഈ ഇഞ്ചി, ഇത് കാന്താരിയും ഇഞ്ചി നല്ല എരിവാണ്. പിന്നെ ഇതും എടുത്തിട്ട് കഴിക്കും. ഇപ്പൊ ഇത് കുടിക്കുന്നോണ്ട് എന്തുവാ അതിന്റെ ഗുണം പറഞ്ഞു തന്നെ? അല്ല, എല്ലാരും BP കമ്മിയാവുമെന്ന് പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് ചൂടാവും ചില സമയത്ത്. അതിന് വേണ്ടിട്ടാണോ? കൊളസ്ട്രോളിനകത്ത് ഇതിനകത്ത് ഗുണം ഞാൻ കണ്ടേക്കുന്ന വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയും കാന്താരിയും കൊളസ്ട്രോളിന് നല്ലതാ. ഇതാരും മറക്കരുത്. വെറുതെ കൊളസ്ട്രോളിനുള്ള ഗുളിയൊന്നും കഴിക്കല്ലേ. ചേട്ടൻ പറഞ്ഞ ഈ ടിപ്പ് നമ്മൾ നാളെ തൊട്ട് കഴിക്കും, ഉറപ്പല്ലേ? കൊളസ്ട്രോൾ ഉള്ളവരെ. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഫാറ്റി ഫുഡ്സ് ആണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. നല്ല ടിപ്പും കൂടെ കിട്ടിയല്ലോ. ഇനി അടുത്ത പ്രാവശ്യം ധൈര്യമായിട്ട് നമുക്ക് അതെല്ലാം ഉണ്ടാക്കാം. അച്ഛന് കൃഷിയോട് താല്പര്യമായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ പറയും ഈ നേരം ആ കോഴിക്കോട് ഒരു 10 സെന്റ് സ്ഥലമായിട്ടത് കോടിക്കണക്കിന്. ഇന്നാണെച്ചാൽ ഈ കൃഷിയിലേക്ക് പണിയെടുക്കാൻ നമ്മുടെ അവിടെ ആൾക്കാരെ കിട്ടില്ല. ഒന്നാമത് പഴയ ജനറേഷൻ. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ 2.5 കന്നുണ്ടാവും. 2.5 കന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പോത്തുകൾ. അതിന് 2.5 എന്നാണ് പറയുക. അതുണ്ടാവും ഒരു 10 ജോലിക്കാർ സ്ഥിരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ നെല്ല് മാതിരി തൊടിയിൽ തെങ്ങ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങളെ കൃഷി കണ്ട് വളർന്ന ആൾക്കാരാണ്. മോളെ ഇപ്പൊ ഞാൻ അറിയില്ല, അച്ഛൻ്റെ കംപ്ലീറ്റ്ലി ഗ്രാമീൺ പ്രദേശമായിരുന്നു, അമ്മ കുറച്ച് സിറ്റിയിലായിരുന്നു. ഇയാൾക്ക് ബീങ് എ ന്യൂ ജനറേഷൻ പറയുമ്പോ എവിടെ പോകാനാണ് ഇഷ്ടം? അല്ല, ഞാൻ ജനിച്ചതൊക്കെ കോഴിക്കോടാണ്. ഞാൻ 7th വരെ പഠിച്ചതും കാലിക്കറ്റിൽ നിന്ന്. പിന്നെ ഞാൻ ഷൊർണൂര്. എനിക്ക് രണ്ടും ഇഷ്ടം. ഞാൻ അങ്ങ് പുറത്തിറങ്ങാത്ത ടൈപ്പാണ്. ഞാൻ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളാണ്. ഇവളും പിന്നെ നമ്മളെ മാതിരി പുറത്ത് അങ്ങനെ കറങ്ങാനൊന്നും വലിയ പോയെങ്കിൽ പെട്ടെന്ന് വീടിനല്ല പോകണതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് പിന്നെ ഇവരെ കൂടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തിനും പോകണം. പോയി കഴിഞ്ഞാൽ അധികം നേരം നിൽക്കാൻ പാടില്ല.
കാര്യം കഴിഞ്ഞാൽ വേഗം വരണം. പെട്ടെന്ന് പിന്നെ പോരണം. അവിടെ ഇവിടെ പിന്നെ അവിടെ അലഞ്ഞ് നടക്കുന്നത് അല്ലെങ്കിൽ വേർപ്പിച്ചോണ്ടിരിക്കും കുട്ടിക്കാലത്ത് കരച്ചിലും പിടിച്ചിലൊക്കെ. അത് ശരി. അപ്പൊ കൂടുതൽ നേരം ക്രൗഡിന്റെ ഇടയിൽ നിൽക്കാനൊന്നും ഇഷ്ടമല്ല. ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങാനൊക്കെ പോയല്ലേ? അതൊക്കെ റേറെ. എനിക്ക് എപ്പോഴും ബോഡി ഗാർഡ് ഉണ്ടാവും. ഞാൻ ഇത് എന്താ വെച്ചാൽ അങ്ങനെ എനിക്ക് എപ്പോഴും എപ്പോഴും വരും. ഞാൻ കേട്ടോ എനിക്ക് എപ്പോഴും ബോഡി ഗാർഡ്സ് ഉണ്ടാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇയാൾക്ക് എവിടെ ക്രൗഡിൽ പോയാലും ഒക്കെ ഇപ്പൊ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വീട്ടിൽ വരണം, അധികം അലഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, തന്നോട് ഒരു 5 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചോദിക്കാം, പെട്ടെന്ന് ആൻസർ തരാം. നോ തിങ്കിങ് നത്തിങ്. ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ജീവിക്കൊന്നുമില്ല, ചുമ്മാ സാധാ ചോദ്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. പക്ഷെ ടെൻഷൻ ആക്കണ്ട. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഉത്തരം തരണം. നോ തിങ്കിങ്. സമ്മതിച്ചോ? തുടങ്ങാവേ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോളൂ. അതിന്റെ ഉത്തരം അച്ഛൻ പറഞ്ഞോളൂ. ചോദിക്കട്ടെ, അച്ഛൻ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടി ഏതാ? അത് ട്രാക്ടർ. ട്രാക്ടർ. ഓക്കെ. എന്തുകൊണ്ട് ട്രാക്ടർ വാങ്ങിച്ചേ? കാരണം അച്ഛന് വയലില് പണിയെടുക്കാനൊക്കെ ഇഷ്ടം. അച്ഛൻ ഞങ്ങള് ചെറുതാകുമ്പം ട്രാക്ടറിൽ അത് ചെയ്യുമ്പോൾ ഞാനോ അനിയനോ അപ്പുറത്തെ 2 സൈഡിലിരുന്ന് പോവാറൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ മോടെ ഓർമ്മയിൽ അച്ഛനെ അമ്മയ്ക്ക് ആദ്യമായിട്ട് കൊടുത്ത ഗിഫ്റ്റ് ചെയ്ത്? അച്ഛൻ അങ്ങനെ വാങ്ങി തരുമൊന്നുമില്ല. അച്ഛൻ അങ്ങനെ അല്ല കൂടെ വന്ന് വാങ്ങും, അല്ലാതെ അച്ഛൻ പോയി ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വാങ്ങലൊന്നുമില്ല. ഓക്കെ. അച്ഛൻ ആദ്യം പാചകം ചെയ്ത് തന്റെ ഓർമ്മയിൽ ചിക്കനായിരിക്കണം, കാരണം അച്ഛനെ ഏത് നേരം ചിക്കനെ ചെയ്യുള്ളൂ, ഫിഷ് അധികം ചെയ്യാറില്ല. ഞങ്ങക്ക് ചിക്കന് ഇഷ്ടം, അമ്മയ്ക്ക് മീൻ ഇഷ്ടം. ഓക്കെ. ഇപ്പൊ അച്ഛൻ ചെയ്യുന്ന എല്ലാം ക്യാരക്ടേഴ്സും വില്ലൻ ക്യാരക്ടേഴ്സാ. ഇനി തിരിച്ച് അമ്മ എപ്പോഴാണ് അച്ഛന്റെ നേരെ വില്ലത്തിയായിട്ട് നിന്നിട്ടുള്ളത് ഒരു സിറ്റുവേഷൻ? അമ്മ അങ്ങനെ നിൽക്കില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും വില്ലത്തരം വരുമ്പോഴത്തേക്ക് സങ്കടം വരും. ഞങ്ങൾക്കൊന്നും സങ്കടം വരില്ല. അമ്മക്ക് വില്ലത്തിയാവാൻ പറ്റില്ല. വില്ലത്തി വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരുപാട് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ന്യൂ ജനറേഷൻ ഒരുപാട് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങിയ ഫിലിമില് അച്ഛൻ ഏറ്റവും നല്ല സൂട്ടായിട്ട് ഒരു ക്യാരക്ടർ ഏതാണ്? ചിലപ്പോ ബാഹുബലി ആയിരിക്കാം, അല്ലെങ്കിൽ കബാലി, അങ്ങനെ ഒരുപാട് സിനിമാസ് ഇറങ്ങിയല്ലോ. അതിൽ അച്ഛൻ ചെയ്ത ബെസ്റ്റ് ക്യാരക്ടർ ഇതായിരിക്കും. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഇസ് ബാഹുബലി. പുലിമുരുകൻ. അയ്യോ ഈ ക്യാരക്ടറിന്റെ അച്ഛൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നി പോകുന്നത്. അച്ഛൻ എല്ലാം ചെയ്താലും എനിക്ക് ഇഷ്ടം. അങ്ങനെ ഒന്നും എടുത്ത് പറയാനൊന്നുമില്ല. എന്നാലും ഈ 3 ഫിലിമിൽ ഏതെങ്കിലും അച്ഛൻ ഇത് ബെസ്റ്റ് ആയിരുന്നു എന്ന് തോന്നിയ ഒരു ക്യാരക്ടർ? ബാഹുബലി ആരും പറയില്ല. ബാഹുബലിക്ക് അങ്ങനെ തന്നെ ഇഷ്ടം. അച്ഛൻ അതിനകത്തൊരു ക്യാരക്ടർ അച്ഛൻ ഇഷ്ടപ്പെട്ടു, അത് വേണേ അച്ഛൻ കട്ടപ്പ ചെയ്യാം. അതാ. പക്ഷെ വില്ലനൊന്നും പറ്റില്ല. പക്ഷെ അച്ഛൻ ഇവിടെ ചെറുതായിട്ട് ഒരു ആഗ്രഹം തോന്നി അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ. ഏതാ അച്ഛാ? ബാഹുബലിയില് ബാഹുബലി എന്ന് പറഞ്ഞേ. എനിക്ക് മറ്റേ വില്ലൻ വേഷം. ഇതേപോലെ മനസ്സിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വേഷം ഏതായിരുന്നു? ചെയ്യാൻ ആഗ്രഹിച്ചു മിസ്സായി പോയതോ അല്ലെങ്കിൽ? അല്ല, എനിക്ക് ഒരുപാട് വേഷങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. ഞാൻ പലതും ഞാനായിട്ട് ഒഴിവാക്കിയത് തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടന് ഇതിൽ കോമഡിയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മൾ സീരിയസ് കോമഡി ചെയ്യാൻ എനിക്ക് താല്പര്യം. സീരിയസ് കോമഡി. ഓക്കെ. ഇപ്പോൾ ശ്രീനേട്ടൻ ചെയ്യണം. അല്ല, അത് കാണുമ്പോൾ പിന്നെ സീരിയസ് ആണെങ്കിലും കോമഡി അത് നമ്മുടെ ബോഡി ലാംഗ്വേജും കൂടി അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കും കൂടി വേണം അവിടെ. ഞാൻ പിന്നെ ക്യാരക്ടറിന് വേണ്ടി സെലക്ട് ചെയ്യല്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ. അപ്പോൾ ഓരോ വില്ലൻ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോഴത്തേക്ക് ഓരോ ക്യാരക്ടേഴ്സിനും ചേട്ടൻ ഓരോ മാനറിസംസ് മാറ്റാറുണ്ടോ? ഏത്? മാക്സിമം ഒന്നൊന്നിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. അത് ഞാൻ രൂപത്തിലും കൂടി മാറ്റം വരുത്താൻ നോക്കിയപ്പോൾ പല ആൾക്കാരും സമ്മതിക്കാതിരുന്നോണ്ടാണ് മാറ്റം വരാതിരുന്നത്. അല്ല, അതിനകത്ത് കുറച്ച് ഡിഫറൻസ് തോന്നിയത് ഇപ്പൊ ഇറങ്ങിയ സിനിമയിലെ ആക്ഷൻ ഹീറോ ബിജു, അതിനകത്ത് ഒരു ചെറിയ ഡിഫറൻറ്റ്. ആ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഞാൻ ആ പടം പിന്നെ ഡയറക്ടർ എന്നെ നേരിട്ടിട്ട് വിളിച്ചു, അതിൻ്റെ കഥ പറഞ്ഞു. ഞാൻ ഫുള്ള് കേട്ട് കൊടുത്തു. കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരൊക്കെ അഭിനയിക്കുന്നത് ചോദിച്ചു. പറഞ്ഞു അതിൽ ഇൻസ്പെക്ടറായിട്ട് നിവിൻ പോളി. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഭാര്യയായിട്ട് ആരാ? അപ്പം രോഹിണിയാണ്. ചോദിച്ചു അവരാ? എനിക്ക് അതിശയമായി പോയി അവിടുന്ന്. കാരണം
ഇപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാർ കൂടെ ആരാ അഭിനയിക്കണം നോക്കിയിട്ടൊക്കെ ഡേറ്റ് കൊടുക്കുള്ളൂ. അവർ ബാഹുബലി ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് അത്രയും പീക്കിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു നെഗറ്റീവ് ടച്ചുള്ള വേഷമാണ് അവിടെ. ഒരു ഹീറോയിൻ വേഷങ്ങൾ ചെയ്ത സാധനം പെട്ടെന്ന് ഇങ്ങനെ ഇത് അപ്പം ഞാൻ വന്നിട്ട് ഡയറക്ടറോട് ചോദിച്ചു, അല്ല എന്നെ ഇതിൽ കാശ് ചെയ്യാനുള്ള കാര്യം. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചു. അല്ല ഞാൻ പറഞ്ഞത് എനിക്കൊരു ഇമേജ് വില്ലൻ ഇമേജാണ്. ഇപ്പം ഇതിൽ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നേരെ മറിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഇതിൽ കാണാനാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ആ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ വില്ലനാവണം, പിന്നീടാണ് എൻ്റെ ഇത് അറിയാൻ പാടുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡി പിന്നെ ഇവരായതുകൊണ്ട് ഒരിക്കലും അവരാണ് ചെയ്തതെന്നുള്ളത് വിശ്വസിക്കില്ല. അവിടുത്തെ ജനം എന്തായാലും വിചാരിക്കുക എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇയാൾ നിർബന്ധിച്ചിട്ട് കട്ടായിരിക്കും എന്നുള്ളതാണ് വിചാരിക്കുക. എനിക്ക് ഈ വില്ലൻ സാധനങ്ങൾ ചെയ്യുന്നതിനേക്കാളും സെൻറ്റി സാധനങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചെറിയ കയറ്റങ്ങൾ ഇറക്കങ്ങളായിട്ട് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിന്റെ ഏറ്റക്കുറിച്ചിൽ എന്നതാന്നുള്ളത് ഇപ്പൊ പറഞ്ഞു തരണം. ഇതിന്റെ പൊക്കത്തിലൂടെ താത്താണോ പോയേക്കുന്നുള്ളത് എന്റെ ഫുഡ് എന്ന് പറയാം. പക്ഷെ ഇത് വിളമ്പുന്നതിന് മുമ്പ് ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി പാസ്തയും കൂടെ വിളമ്പാം, അല്ലെ പിന്നെ ശരിയാവുകയല്ല. അതൊന്നും എടുത്തോണ്ട് വരട്ടെ. ഞാനത് ചൂടോടെ വിളമ്പണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓവറിനകത്ത് തന്നെ വെച്ചേക്കുവാ. പിന്നെ വർത്താനത്തിനിടയിൽ അതെല്ലാം മറന്നു ഇപ്പൊ എടുത്തോട്ടെ. ഒന്നും മിണ്ടുന്നില്ല. ഉപ്പ് എന്റെ പാകത്തിന് പോരാ. എനിക്ക് ഇവിടെ ഇച്ചിരി കുറവാ. എന്നാന്നറിയോ ചേട്ടാ, എനിക്ക് പേടിയാ ഉപ്പ്. ഈ വൈഫ് കറിയിലൊക്കെ ഉപ്പ് കമ്മിയാക്കിടും, ഞാനിടും ചേച്ചി. BP കൂടും എന്നൊക്കെ പറഞ്ഞിട്ടേ. ഇവിടെ ഒറ്റമൂലിയൊക്കെയാ കണ്ടുപിടിച്ചേക്കുന്നത്. BP ഒക്കെ എവിടെ കയറാനാ ചേച്ചി? അതല്ല, ഈ ചിക്കനില് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ നല്ലോണം കഴുകി കഴിഞ്ഞാല് വെള്ളമൊക്കെ അങ്ങോട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ലേശം കല്ലുപ്പിട്ടിട്ട് മാറ്റി വയ്ക്കും. അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ അകത്ത് നല്ലോണം പിടിക്കും. അല്ലാതെ നമ്മൾ പൊടിപ്പിട്ടിട്ട് കറിയിൽ വെച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല ഉപ്പുണ്ടാവും, പക്ഷേ ചിക്കനിൽ ഇത് ഉണ്ടാവില്ല. അതൊരു ടിപ്പാണേ, കേട്ടോണേ. അതായത് നമ്മൾ ചിക്കൻ എല്ലാം നല്ലതായിട്ട് കഴുകിയേച്ച് ഇച്ചിരി കല്ലുപ്പിട്ടിട്ട് ചിക്കനിൽ കുറച്ച് നേരം പുരട്ടി വെക്കുക. അന്നേച്ച് കറി വെച്ചാൽ നല്ല ചിക്കനേൽ ഉപ്പ് പിടിക്കും എന്ന് പറയുന്നത്. അപ്പം ഇച്ചിരി മുളകും കൂടെ പുരട്ടി വെച്ചാലോ? മഞ്ഞളും കുറേശ്ശെ ഇട്ടിട്ട് വെക്കാം. അങ്ങനെ പുരട്ടി വെച്ച് കറി വെച്ചാൽ ഉപ്പും മുളകും അരമണിക്കൂർ കഴിഞ്ഞിട്ട് പാചകം തുടങ്ങിയാൽ മതി. ഇന്നിപ്പോ നമ്മുടെ ആനീസ് കിച്ചണില് ചേട്ടൻ വന്ന് എന്നെക്കാട്ടിലും എനിക്ക് തോന്നുന്നു നിറയെ ടിപ്സ് തന്നിട്ടുണ്ട്. പാചകത്തെ പറ്റിയും ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോന്ന് ചെയ്താ പഠിക്കുന്നത്, ഉള്ള കാര്യമല്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ എനിക്ക് ഒരു കാര്യം ചോദിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാന്നറിയോ, അച്ഛനില്ലേ സാറ് ജെയിൻ സാറുമായിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇപ്പൊ വെച്ചാൽ ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ആണെങ്കിൽ ജെയിൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആ ഷൂട്ട് വല്ലതും ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ഇത് ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഉണ്ട് അവിടെ സ്ഥലത്ത്. ഓ, ആ സിനിമയുടെ ജെയിൻ സാർ മരിക്കുന്നേ ആ സമയത്തുണ്ട്. ഷോളാപുരം പറഞ്ഞ ഒരു റേസ് നടക്കുന്ന സ്ഥലത്താണ് ഇതുള്ളത്. ഒരു ഷോട്ട് കഴിഞ്ഞാണ്. അപ്പോൾ പിന്നെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. പിന്നെ സമയമായി കഴിഞ്ഞാൽ പിന്നെ സത്യം അതിനകത്ത് ഒരുപാട് ചുമ്മാ റൂമേഴ്സ് ഒക്കെ ഒരുപാട് പറഞ്ഞിരുന്നു. പിന്നെ വാൽമീകി നായർ ജയനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി. ജയൻ അമേരിക്കയിൽ ഒറ്റക്കണ്ണോട് കൂടി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ബുക്കുകളൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ എന്നിട്ട് അവരുടെ വീട്ടിലൊക്കെ പോവുകയൊക്കെ ചെയ്തിരുന്നു കാണാൻ. ശരി, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചുമ്മാ കുറെ പുസ്തകങ്ങളൊക്കെ അതിന്റെ പേര് കുറെ പേര് ജീവിച്ചു, അത്ര മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതിന്റെ പേര് കുറെ തെറ്റിദ്ധാരണകളും അല്ലേ, അതല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ എന്റെ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, വളരെ നല്ലൊരു കാര്യം. എന്താ അറിയോ, നമ്മളിപ്പൊ ഇത്രയും കാലം ചേട്ടനെ കണ്ടപ്പോ ഭയങ്കര ഒരു വില്ലൻ, ഭയങ്കര എന്താ പറയാ അങ്ങനത്തെ ഒരാളായിരിക്കും, നമുക്കൊന്ന് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും പേടിയുള്ള ഒരു വ്യക്തിയാണെന്നല്ലേ നമ്മൾ വിചാരിച്ചേ. പക്ഷെ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും
നാട്ടും പുറത്തുകാരൻ നമ്മളിൽ ഒരാളായിട്ട് വർത്താനം പറയുന്ന ഒരു മേഘനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോഴല്ലേ നമ്മൾ കണ്ടുള്ളൂ.